പിന്നെ നരകമുണ്ടോ എന്നൊക്കെ ചിലർ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ അവരോട് ചോദിക്കുന്നു, സൂര്യനുണ്ടോ? ആ സൂര്യന്റെ ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഈ ഭൂമിയേക്കാൾ 13 ലക്ഷത്തോളം ഇരട്ടി വലിപ്പമുള്ള ഒരു സൃഷ്ടിയാണ് സൂര്യൻ എന്ന് അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. ചില്ലറ സാധനമല്ല. അങ്ങനെയുള്ളൊരു സൂര്യൻ, ആ സൂര്യന്റെ നട്ടുച്ച സമയത്തുള്ള ചൂട് ഒന്ന് കുറക്കാൻ ആർക്കെങ്കിലും ഡിമ്മർ വെക്കാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സംവിധാനം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് സാധിച്ചോ? ഇല്ല. അതങ്ങനെ തന്നെ കത്തിജ്വലിക്കുകയാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അത് സൃഷ്ടിച്ച റബ്ബ് ആ സൂര്യനെയും കൂടി കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന നരകം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുറച്ച് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആ നരകത്തെ തൊട്ട് ആരെങ്കിലും ദൂരീകരിക്കപ്പെട്ടാൽ ഫമൻ സുഹ്സിഹ അനിന്നാർ, അതാണ് വേണ്ടത്. സ്വർഗത്ത് കടന്നാൽ മാത്രം പോരാ. കാരണം ചില ദോഷികളായ ആളുകൾ, മുജ്രിമീങ്ങളായ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ ആളുകൾ തോബ ചെയ്യാതെയോ തോബ സ്വീകരിക്കപ്പെടാതെയോ മരണപ്പെട്ടു പോയാൽ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നരകത്തിൽ കടത്തിയതിനു ശേഷം അവരെ പുറപ്പെടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നിരവധി ഹദീസുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. കഅന്നമൽ ഹൗളു തബിയല്ലുൽ വുജൂഹു ബി, ഹൃദയിൽ പറഞ്ഞ് വഖദ് ജാഊഹു കൽ ഹുമമീ, നരകത്തിൽ കുറച്ചു കാലം കടന്നിട്ട് ക്ലീൻ ചെയ്യാൻ, ശിക്ഷിക്കാനല്ല, ഒന്ന് ക്ലീൻ ചെയ്ത് വെടുപ്പാക്കി കച്ചറയൊക്കെ പോക്കിയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ട് അല്ലാഹു തആല ആ കൂട്ടത്തിലൊന്നും നമ്മളാരെയും പെടുത്താതിരിക്കട്ടെ. ആദ്യം വേണ്ടതാ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലേ? മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം, സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം അത് കൃത്യമായി നമ്മൾ ചൊല്ലുന്നുണ്ടോ? ആ സമയത്ത് നമ്മൾ അശ്രദ്ധരായി പോവല്ലേ? എന്നിട്ട് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, അല്ലാഹുവേ നീ എന്നെ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണേ, നരകത്തിൽ നിന്ന് ദൂരീകരിക്കണേ, നരകം കാണാതെ സ്വർഗത്തിൽ പോകാൻ അവസരം തരണേ എന്ന് ചോദിക്കുന്ന ദിക്റാണ്, ദുആയാണ് അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. അത് 7 പ്രാവശ്യം ചൊല്ലാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. മഗ്രിബിന്റെ ശേഷവും സുബ്ഹിന്റെ ശേഷവും അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, നരകത്തിൽ കടക്കാതിരിക്കണം. അതാണ് ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തെ തൊട്ട് ആരെങ്കിലും ദൂരീകരിക്കപ്പെട്ടാൽ, നരകത്തെ പെട്ട് ദൂരീകരിച്ചിട്ട് സ്വർഗത്ത് കടക്കാതെ ഇങ്ങനെ സ്വർഗം ഇങ്ങനെ നോക്കിയിട്ട് നുണച്ചിറക്കിയിട്ട് എന്ത് കാര്യ? സ്വർഗത്ത് കടക്കണ്ടേ? നരകത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് നരകത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന ഒരാൾ അവസാനമായി നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിശദമായ ഹദീസാണ്. അവനെ നരകത്തിന്റെ ഭാഗത്ത് തിരിച്ചിങ്ങനെ നിർത്തും. അപ്പൊ ഇങ്ങനെ അള്ളാഹിനോട് ഇങ്ങനെ കേണ് പറയൂ, പടച്ചോനെ ഒന്നെന്റെ മുഖം ആ ഭാഗത്തുനിന്ന് തിരിച്ച് അപ്പുറത്തേക്കാക്കിയാൽ അത് എന്നാ അതിൻ്റെ ആ ശക്തമായ ആ സമൂമ്, അതിൻ്റെ രൂക്ഷമായ അതിൻ്റെ ചൂടും കാറ്റും എന്നെ ആകെ എന്താണ് നശിപ്പിക്കുകയാണ്, എന്നെ ഉരുക്കിക്കളിയാണ്. അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് നരകത്തിന്റെ ഭാഗത്ത് എൻ്റെ മുഖം നിങ്ങോട്ട് തിരിച്ചു തരണം. അങ്ങനെ കുറെ പറഞ്ഞാൽ മതിയോ, തിരിച്ചു സ്വർഗം കാണാൻ നിർത്തും. അപ്പൊ സ്വർഗം ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ട് ഇവനിക്ക് ഇനി ഞാനൊന്നും ചോദിക്കൂല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അതാണോട്, പക്ഷെ എനിക്ക് സഹിക്കൂല. സ്വർഗം ഇങ്ങനെ കാണുമ്പോൾ കുറച്ചവനെ ഒന്ന് അതിൻ്റെ അടുത്തെത്തിച്ചാൽ മതി, കടത്തണമെന്നില്ല, അതിൻ്റെ അടുത്തെത്തിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് അപേക്ഷിച്ച് അള്ളാഹുവിനോട് പറയും. അങ്ങനെ പറഞ്ഞ് ഇനി ഞാനൊന്നും ചോദിക്കൂല റബ്ബേ, അതൊന്നും ചെയ്താൽ മതി. അങ്ങനെ സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്തിക്കും. സ്വർഗത്തിന്റെ അടുത്തെത്തിയിട്ട് സ്വർഗത്തിലുള്ള അനുഭൂതികളൊക്കെ കാണുമ്പോണ്ടോ, മനുഷ്യനല്ലേ പിടിച്ചു നിൽക്കാനാണെന്നുണ്ടോ, അവനോട് എല്ലാ കരാറും മറന്നുപോയി. അടുത്തവനെ ഒന്ന് ആ സ്റ്റെപ്പും മേല കാണുന്നിരുന്നില്ല, അങ്ങുള്ളിലൊന്നും പോണ്ട, ഒന്ന് കടത്തിത്താണ് ഇങ്ങനെ പറഞ്ഞ് അള്ളാഹു എന്തൊരു മനുഷ്യനാടോ, നീ ആദ്യം പറഞ്ഞ് നരകത്തിന്റെ മുഖം തിരിച്ചാൽ മതി, വേറൊന്നും ചോദിക്കൂല. അത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിന്റെ അടുത്തെത്തിച്ച് പിന്നെ വേറൊന്നും ചോദിക്കില്ല, പിന്നെയും ചോദിക്കണം. അള്ളാഹു തആല കാരുണ്യവാനാണ്, അലിവുള്ളവനാണ്, റഹ്മത്തുള്ളവനാണ്. അവനവനെ സ്വർഗത്ത് കടത്തും. അങ്ങനെ സ്വർഗത്തെ കടത്തിയാല് ഓനിക്കെത്തിരിയാള് ഇതുകൊണ്ട് ഇതിന്റെ
10 നിനക്കുണ്ട്. എങ്ങനെയാണ് ഹദീസ് പറഞ്ഞ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഹദീസ് നോക്കിയിട്ട് ഒന്നൊന്നുമല്ല, ഓർമ്മക്ക് പറയാണ്. അപ്പോൾ സ്വർഗത്തിൽ നോക്കുമ്പോൾ ഒരിക്കത്തിരിയാ ഉള്ളത്, അതിൻ്റെ വിശാലത എത്രയാവും, ചുറ്റുപാടുള്ള തീർത്ഥവൻ്റെ കയ്യിൽ. ഇതാണ് സ്വർഗം, മറ്റത് നരകമാണ്. ഇത് രണ്ടുമുണ്ട്. അപ്പോ ആ നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടാൽ ജയിച്ചു. ഇതാണ് ജയം, അതാണ് ശാശ്വത വിജയം. അല്ലാത്ത ഒന്നും എന്തല്ല ശാശ്വതമായ വിജയമല്ല. വല്ലാതെ തുള്ളിച്ചാടാനും മതിമറന്ന് പ്രകടനം നടത്താനുള്ള വിജയമല്ലടോ, അത് മനസ്സിലാക്കണം. മുഅ്മിനായ മനുഷ്യനോട് ഞാൻ പറയാ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളോട് ഞാൻ പറയാണ്, എല്ലാ തലത്തും ഞാനൊരു മുഅ്മിനാന്നുള്ള ബോധത്തോടെ പ്രവർത്തിച്ചോളണം. അല്ലാതെ പരലോകത്തെ കുറിച്ച് ഓർമ്മയില്ല, അള്ളാഹിന്റെ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം വരുമ്പോഴേക്ക് തുള്ളിച്ചാടി പോകരുത് എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യാണ്. ഈ ചെയ്യുന്നതൊന്നും ധിക്കാരപരമായല്ല എന്ന് ഞാൻ ഒന്നുകൂടി പറയുന്നു. സാഹചര്യത്തിന് അടിമപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് മക്കളെ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് അടിമപ്പെടല്ലേ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണേ. വലാ തംശി ഫിൽ അർളി മറഹ وعباد الرحمن الذين يمشون على الأرض هونا. അള്ളാഹുവിൻ്റെ ശരിയായ ഇഷ്ടദാസന്മാരാരാണ്? യംശൂന അലൽ അർളി ഹൗന. അവർ ഭൂമി ലോകത്ത് നടക്കുന്നത് എങ്ങനെയാണ്? സമാധാനപരമായി. എന്നെ കൊണ്ട് ആർക്കും ഒരു ശല്യവും വേണ്ട, ഞാൻ ആരെയും ഒന്നും ചെയ്യുന്നില്ല, ഞാനൊരു വിനയാന്വിതനാണ്. വളരെ സമാധാനത്തോടെ വിനയത്തോടെ ഭൂമിയിൽ നടക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെന്ന് ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നു. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അതുപോലെ അള്ളാഹ് പറഞ്ഞു, വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. വഖ്സിദ് ഫീ മശീക, മോനെ നിന്റെ നടത്തം അതൊരു മിതമായ നടത്തമാകണേ. എല്ലാം എൻ്റെ കയ്യിലാണ്, എനിക്കാരെയും പിടിക്കാനില്ല. ആരാണ് ഇവിടെ ചോദ്യം ചെയ്യാൻ? ആരുണ്ട് ഇവിടെ എന്നോട് ചോദിക്കാൻ? എന്ന നിലക്ക് വീറോടെ വാശിയോടെ ഗർവോടെ നീ നടക്കല്ല മോനെ. വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. നീ ഭൂമിയെ ചവിട്ടി പിളർത്താനോ അതിനെ കീറാനോ നിനക്ക് കഴിയൂല. വലൻ തബ്ലുഗൽ ജിബാല തൂലാ. നിനക്ക് ഒരു ലെങ്ത് ഞാൻ തന്നിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്കൊന്നും നീ എത്തൂല. പർവ്വതം കണക്കെ ഉയരാൻ നിനക്ക് കഴിയൂല. കൊഞ്ചം തുള്ളിയാ മുട്ടോളം പിന്നെ തുള്ളിയാ ചട്ടിയില് എന്ന് പറഞ്ഞതുപോലെ ദുർബലനാണ് മോനെ മനുഷ്യൻ. മനുഷ്യനെ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പല്ലുവേദന സഹിക്കാൻ കഴിയുന്നവനല്ല. എത്ര ആളുകളാണ് വേദന സഹിക്കാൻ കഴിയാതെ പെടയുന്നത്? ക്യാൻസർ പിടിപെട്ട് വേദന സഹിക്കാൻ കഴിയാതെ പെടയുന്നവരുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കുമാകുമോ പറയാൻ കഴിയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൂർണ്ണമായ ആരോഗ്യം നൽകണം റഹ്മാനെ. രോഗം കൊണ്ട് പരീക്ഷിക്കരുത് റഹ്മാനെ. എത്ര ആണ് പെണ്ണുങ്ങളാണ് ആരോഗ്യമുള്ളവരായിരുന്നു, നല്ല ഭംഗിയുള്ളവരായിരുന്നു, സമ്പത്തുള്ളവരായിരുന്നു. പക്ഷേ ചികിത്സിച്ച് എല്ലാം തീർന്നു പോയി. ചികിത്സക്ക് വേണ്ടി മറ്റുള്ളവരുടെ സഹായം വരെ തേടേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോയി. എനിക്കും നിങ്ങൾക്കും ഇത് വന്നുകൂടുന്നുണ്ടോ? റബ്ബിനോട് കാവൽ ചോദിക്കുക. താൽക്കാലികമായ ആരോഗ്യം കാണുമ്പോ, അതേ ചെറിയൊരു സാമ്പത്തിക ശേഷി ഉണ്ടാകുമ്പോഴേക്ക് നീ മതിമറന്നു പോകല്ലേ.